പാലക്കാട്ട് പൈസ കൊണ്ട് കൊടുത്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞാനാണതിന് കാരണക്കാരി. ഈ ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ വന്നത്, നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിൻ്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായിട്ടും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒരു ഭീഷണിപ്പെടുത്തിയ ബിന്ദു ആണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മാത്രമല്ല ആ ഒരു സന്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടെ ആ ഒരു വോട്ടിന് പൈസ നൽകിയത് ഈ ആലപ്പുഴയിൽ നിന്നുള്ള താങ്കളാണെന്നാണ് അതിൽ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിനോട് പറയുന്നത്? അതെ, ശോഭാ സുരേന്ദ്രൻ എന്നെ ഇന്നലെ 11 മണിയായപ്പോൾ ഫോണിൽ വിളിച്ച് പല കാര്യങ്ങളും ഭീഷണിപ്പെടുത്തുകയും അതിൽ പ്രധാനമായും പറഞ്ഞത് പാലക്കാട്ട് പൈസ കൊണ്ട് കൊടുത്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞാനാണതിന് കാരണക്കാരി. ഈ ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ വന്നത്, നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിൻ്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായിട്ടും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാർട്ടിയിലെ തന്നെ വനിതകളോട് ഇത്രയധികം അപമര്യാദയും ധിക്കാരപരമായുമുള്ള സംസാരങ്ങളാണ്. പഴയകാല പ്രവർത്തകർ വനിതകൾ ധാരാളം ഈ ജില്ലയിലും മറ്റ് ജില്ലകളിലും എല്ലാം ഉണ്ട്. എല്ലാവരും ഭയപ്പെടുത്തി ആരും മുന്നോട്ട് വരാത്ത രീതിയിലുള്ള തടയിട്ടുള്ള പ്രവർത്തനമാണ് ഈ കുറച്ച് കാലങ്ങളായി ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ വിവിധ ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പം തന്നെ കേരള NGO സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, രാഷ്ട്രീയ കർമ്മചാരി മഹാസംഘിൻ്റെ കേരളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങി ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും എൻ്റെ ജീവിതവും പണവും എല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം ചെലവാക്കുകയും ചെയ്തതാണ്. കുറച്ചു കാലമായി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം ഇവിടെ ഇലക്ഷനിൽ നിന്നിട്ട് പോയത് മുതലാണോ എന്നറിയില്ല, കുറച്ച് കാലങ്ങളായി ഇവിടെയുള്ള വനിതകളെ പലരെയും ഒതുക്കി നിർത്തുകയും മുന്നോട്ട് വരാത്ത രീതിയിൽ പോവുകയും പല ജില്ലയിൽ നിന്നുള്ളവർ എന്നോട് ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്നതാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷക്കാരെ എല്ലാവരെയും ആലപ്പുഴ ജില്ലയിൽ ഇല്ലാതാക്കിയെന്നും രാജീവ് ചന്ദ്രശേഖർജി ഇടപെട്ടാണ് അത് ചെയ്തതെന്നുമൊക്കെ പത്രവാർത്ത വന്നതാണ്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജില്ലയിൽ ഇവരുമായിട്ട് എതിരുള്ളവർ തമ്മിൽ പല വഴക്കുകൾ നടന്നുകൊണ്ടാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവരുടെ പക്ഷക്കാരായിട്ടുള്ളവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് യാതൊരു പക്ഷവുമില്ലാത്ത പ്രവർത്തിക്കുക, പാർട്ടിക്ക് വേണ്ടി മാത്രം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള മുതിർന്ന വനിതകളെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി